പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ജൈവവളം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മൾ പച്ചക്കറി വേസ്റ്റ് വെച്ചിട്ടാണ് വീട്ടിലെല്ലാവർക്കും വീട്ടിൽ സ്ഥിരമായിട്ട് കിട്ടുന്നൊരു സാധനമാണല്ലേ പച്ചക്കറിയുടെ വേസ്റ്റ്. എന്നും നമ്മളത് കളയാറാ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് നമ്മുടെ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കൊക്കെ നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കമ്പോസ്റ്റും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മൾ വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പൈസ കൊടുത്ത് വെറുതെ പുറത്തുനിന്ന് വളം മേടിക്കാതെ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ നല്ലോണം ഉണ്ടാവാനും അതുപോലെ പൂച്ചെടികൾ പൂക്കൾ നല്ലോണം വരാനൊക്കെ ആയിട്ട് ഇത് തന്നെ മതി കേട്ടോ. ആദ്യത്തെ വളം ഉണ്ടാക്കാൻ പോകുന്നത് സവോളൻ്റെയും ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ തൊലിയില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം ഞാനൊരു ചെറിയ ബോട്ടിൽ എടുത്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുന്നും ചെയ്യണ്ട കേട്ടോ. അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. വലിയൊരു ബോക്സ് എടുത്താൽ മതി കേട്ടോ. ഞാൻ അത് ഇടാനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തൊണ്ടില്ലേ സവോളിൻ്റെയൊക്കെ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ ഒരു കളറായിരിക്കില്ല കേട്ടോ. ഇതിൻ്റെ ഒരു 3-4 ദിവസം നിങ്ങൾ ഇതുപോലെ തന്നെ പുളിപ്പിക്കാനായിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ 4-5 ഇരട്ടി വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഡെയിലി ഒഴിച്ചു കൊടുക്കരുത്. ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ 3-4 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ കളറായിരിക്കും. പിറ്റേ ദിവസം തന്നെ ഈ ഒരു കളർ വരും കേട്ടോ. പക്ഷെ ഒരു 3-4 ദിവസം വരെ നിങ്ങൾ പുളിപ്പിക്കാനായി വെക്കുക. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു 4 ദിവസമായിട്ടുണ്ട്. ഇനിയിലെ തൊണ്ട് മൊത്തം നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഈ തൊണ്ട് നിങ്ങൾ കളയരുത് കേട്ടോ. ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വെള്ളം ഇനി ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ തന്നെ ആക്കി വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു വളമാണ്. അപ്പോൾ ഇത്രയും ചിലവില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജൈവ വളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തൊണ്ടൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഞാനിത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ കാലിയായിട്ട് കിടക്കുന്ന ഏതെങ്കിലും നമ്മൾ ജ്യൂസൊക്കെ വാങ്ങുന്ന ബോട്ടിലേക്ക് ആക്കിയാൽ മതിയില്ല. ശരിക്കും നല്ല ഡിഫറൻ്റ് ആയിട്ടുണ്ട് കളറ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പഴത്തൊലി വെച്ചിട്ടാണ് കേട്ടോ. ഈ പഴത്തൊലി ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇടാം. ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതും ഒരു ബോട്ടിലാക്കിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് 3-4 ദിവസം നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കണം. ഇതും നമുക്ക് ഒരു 4 ദിവസത്തോളം വെക്കണം. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ പഴത്തൊലി ഇതും കളയുന്നില്ല കേട്ടോ. ഈ വേസ്റ്റും നേരത്തെ എടുത്ത സവോളൻ്റെ ആ വേസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ളവും നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് അതും എടുത്ത് വെക്കാം കേട്ടോ. ഇത് പഴത്തൊലിൻ്റെ ആയതുകൊണ്ട് ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജൈവവളവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാധനമുള്ള കഞ്ഞിവെള്ളം. ഇതൊരു 3-4 ദിവസം ഇതും പുളിപ്പിക്കാനായിട്ട് വെക്കാട്ടോ. ഇതൊരു 4 ദിവസം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ അളവിൽ 1 കപ്പ് കഞ്ഞിവെള്ളം എന്നുണ്ടെങ്കിൽ പുളിപ്പിച്ചത് കേട്ടോ. അതിലേക്ക് 10 കപ്പ് സാധാരണ വെള്ളമില്ലേ അതുകൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കാണിച്ച 3 എണ്ണത്തിലും അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത്. ചെടി പിന്നെ കരിഞ്ഞു പോയി എന്ന് പറയരുത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഡെയിലി കളയുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് തന്നെ നമ്മൾ 3 ജൈവവളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇനി ലിക്വിഡ് രൂപത്തിലുള്ള കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കമ്പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ ഡെയിലി നമുക്ക് കിട്ടുന്നത് തന്നെയല്ലേ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കരിയില വേണം, പച്ചക്കറിയുടെ വേസ്റ്റ് വേണം. ഇത് ചകിരിച്ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് ചകിരിച്ചോറ് നിർബന്ധമില്ല. കരിയില ഉണ്ടെങ്കിൽ അതുമാത്രം മതി കേട്ടോ. ഞാനിതിപ്പോൾ അത് ഉള്ളത് കൊണ്ട് 3 എടുത്താണ്. അപ്പോൾ അടിഭാഗം ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഹോൾസ് ഉള്ളൊരു ചെടിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അടിഭാഗം ഹോൾസ് ഉള്ളത് മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആദ്യം കരിയില വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറ് മാത്രമാണ് ഉള്ളതെങ്കിൽ ചകിരിച്ചോറ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കരിയില സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ.
കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ടും ഉള്ളത് കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു മാത്രം. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ലെയറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം എന്താ ഇട്ട് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഇടുക. വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് നനവ് തട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇത് 2 മാസം കഴിയുമ്പോഴേക്കും നല്ല കറുത്ത പൊന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 3 4 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വീട്ടിലെന്നും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണല്ലേ, ചായ. അപ്പോൾ അതിൻ്റെ ചായ അരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊടി നമ്മൾ എപ്പോഴും കളയുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഇതിൽ പഞ്ചസാര മധുരം ഉണ്ടാവില്ല, അപ്പോൾ അത് ആദ്യം കഴുകി നല്ലോണം എടുക്കുക കേട്ടോ. ഈ അരിപ്പ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ടാപ്പിൻ്റെ താഴെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതിലെ മധുരവും പാലിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു കണ്ടന്റ് എല്ലാം കളഞ്ഞിട്ട് വേണം ഇത് നന്നായിട്ട് ഉണക്കുക. എന്നിട്ട് പൂച്ചെടിക്കില്ലേ, റോസ്റ്റ് ചെടിക്ക് നല്ലതാണ് കേട്ടോ. റോസ്റ്റ് ചെടിൻ്റെ താഴെ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.